നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി എഐസിസി സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി തിരുവനന്തപുരത്തെത്തി. ഇന്നലെ വൈകിട്ട് തലസ്ഥാനത്തെത്തി മിസ്ത്രി രാത്രി ഏതാനും മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി. ഇന്ന് അദ്ദേഹം സംസ്ഥാന നേതാക്കളുമായി ഔദ്യോഗിക ചർച്ച നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിലെ നിലവിലെ സാഹചര്യം നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മിസ്ത്രിയുടെ സന്ദർശനം. ഗ്രൂപ്പ് താൽപര്യങ്ങൾക്കും ശുപാർശകൾക്കും അപ്പുറം യഥാർത്ഥ സാഹചര്യം വിലയിരുത്തും. ഓരോ മണ്ഡലത്തിലും വിജയ സാധ്യതയുള്ള 3 പേരുടെ പട്ടിക തയ്യാറാക്കാൻ എഐസിസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെയ്പ് അനുവദിക്കില്ലെന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. പ്രതിപക്ഷ നേതാവിന്റെ കേരള യാത്ര അവസാനിക്കുന്നതോടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീഷിനെയും കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. 16-ന് എത്താനാണ് നിർദ്ദേശം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി എഐസിസി സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാനായ മധുസൂദൻ മിസ്ത്രി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് തലസ്ഥാനത്തെത്തിയ മിസ്ത്രി രാത്രി ഏതാനും മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി. ഇന്ന് അദ്ദേഹം സംസ്ഥാന നേതാക്കളുമായി ഔദ്യോഗിക ചർച്ച നടത്തിയേക്കും എന്നതാണ് റിപ്പോർട്ടുകൾ. കേരളത്തിലെ നിലവിലെ സാഹചര്യം നേരിട്ട് മനസ്സിലാക്കുക കൂടിയാണ് മിസ്ത്രിയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഗ്രൂപ്പ് താൽപര്യങ്ങൾക്കും ശുപാർശകൾക്കും അപ്പുറം യഥാർത്ഥ സാഹചര്യം വിലയിരുത്തും. ഓരോ മണ്ഡലത്തിലും വിജയ സാധ്യതയുള്ള 3 പേരുടെ പട്ടിക തയ്യാറാക്കാൻ എഐസിസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെയ്പ് അനുവദിക്കില്ല എന്നതാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. പ്രതിപക്ഷ നേതാവിന്റെ കേരള യാത്ര അവസാനിക്കുന്നതോടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീഷിനെയും കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. 16-ന് എത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും.